സൗരവ് ഗാംഗുലി ഇന്ത്യയുടെ ഇതിഹാസ താരം മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ ഇതിഹാസ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, നമുക്കറിയാം ഗാംഗുലി എപ്പോഴും ഒരുപാട് താരങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും അവരെ ടീമിൽ കണ്ടെത്തുവാനായി സെലക്ടർമാരോട് നിരന്തരം ഏറ്റുമുട്ടുകയും ചെയ്ത ഒരു ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുത്ത ഇന്ത്യയുടെ ഏക ക്യാപ്റ്റനാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു തവണ ഒരു ഡേ നൈറ്റ് മാച്ചിന് ശേഷം ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യയുടെ സീരീസിനുള്ള ആരംഭമാണ്. അപ്പോൾ ഗാംഗുലിയും അന്നത്തെ കോച്ചായ ജോൺ റൈറ്റും സെലക്ടേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങിലേക്ക് നീങ്ങുന്നു. മീറ്റിങ്ങിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടായ സംഭവമാണ്, സെലക്ടേഴ്സ് ഓൾറെഡി അനിൽ കുംബ്ലെയുടെ ഫോം ഔട്ട് കാരണം അദ്ദേഹത്തെ നീക്കം ചെയ്ത് ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറെ ഉൾപ്പെടുത്താനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഗാംഗുലി ആ തീരുമാനത്തെ എതിർക്കും. അപ്പോൾ സെലക്ടേഴ്സ് പറയുകയാണ്, ഈ ഒരു തീരുമാനം നെഗറ്റീവായാൽ ഓസ്ട്രേലിയയിൽ പോയി അനിൽ കുംബ്ലെ പെർഫോം ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വലിയ ആഘാതമുണ്ടാക്കും. ഓക്കെ, ഞാനത് ഏറ്റെടുത്തോളാമെന്ന് ഗാംഗുലി എന്നത്തെയും പോലെ അന്നും പറയുന്നു. ക്യാപ്റ്റൻ എന്ന വാക്കിന് ഒരുപാട് കളർ വന്നത് ഗാംഗുലി ഇന്ത്യയുടെ ക്യാപ്റ്റനായതിനു ശേഷമാണെന്ന് പറയേണ്ടി വരും. കുംബ്ലെയുടെ സന്ദർഭത്തിൽ മാത്രമല്ല, മറിച്ച് 2002 കൈഫിന് വേണ്ടിയും ഇന്ത്യക്ക് മികച്ചൊരു വിക്കറ്റ് കീപ്പറെ കിട്ടാൻ വേണ്ടി മഹേന്ദ്ര സിംഗ് ധോണിയെ ഉൾപ്പെടുത്താൻ വേണ്ടി സെലക്ടർമാരോട് സംസാരിച്ച് ധൈര്യം കാണിച്ച സൗരവ് ഗാംഗുലിയെയും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. ഗാംഗുലി അന്ന് ആ ഒരു ധീരമായ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന MSD എന്ന താരം ഉണ്ടാകില്ലായിരുന്നു. കാരണം ബേസിക്സ് ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ വരെ ശ്രമിച്ചവരായിരുന്നു അന്നത്തെ ഇന്ത്യൻ സെലക്ടേഴ്സ്. എന്തായാലും ഗാംഗുലിയെ ദാദാ എന്ന് വിളിക്കുന്നതിന് ഒരു കാരണം ഇതാണ്. അദ്ദേഹത്തിൻ്റെ ധൈര്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്രഷനും ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുപാട് പ്രിവിലേജുകൾ നൽകി എന്നുള്ളത് സത്യം.